നമസ്കാരം. ഈ മാൻഡ്രേക്ക് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. വേറാരുമല്ല, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഏതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു നേതാവ് പിണറായി വിജയനോടൊപ്പം കൂട്ടുകൂടി നിന്നാൽ അവൻ്റെ ഗതി അതോ ഗതിയാണ്. തകർത്ത് തരിപ്പണമാക്കി കളയും ഈ പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രി മാൻഡ്രേക്ക്. വർഷങ്ങളായി കുടുംബസ്വത്ത് പോലെയും പാരമ്പര്യം പോലെയും കൊണ്ടു നടന്നിരുന്ന വെള്ളാപ്പള്ളി നടേശന്റെ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് ഹൈക്കോടതി പപ്പടം പൊടിക്കും പോലെ പൊട്ടിച്ചു കളഞ്ഞത്. വെള്ളാപ്പള്ളിയും അതോടൊപ്പം തന്നെ MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവരടക്കം നിലവിലെ മുഴുവൻ ഭാരവാഹികളെയും ഹൈക്കോടതി എടുത്ത് പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. കമ്പനി നിയമങ്ങൾ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതിയുടെ ഈ കടുത്ത നടപടി ഉണ്ടായത്. യോഗത്തിന് പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കാനും ഹൈക്കോടതി ഉത്തരവിട്ട് കഴിഞ്ഞു. കൂടാതെ 2013 മുതൽ തുടർച്ചയായ 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും സമർപ്പിക്കുന്നതിൽ ഭരണസമിതി വീഴ്ച വരുത്തിയതായും കോടതി കണ്ടെത്തിയിരിക്കണം. ഇത് കമ്പനിയുടെ നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്ന് നിരീക്ഷിച്ച കോടതി രജിസ്ട്രേഷൻ വകുപ്പ് നൽകിയ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. ഇതോടെ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർക്ക് ഭാരവാഹി സ്ഥാനങ്ങളിൽ തുടരാൻ നിയമപരമായ ഒരു യോഗ്യതയും ഉണ്ടായിരിക്കില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതേസമയം വിധി പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സ്ഥാനത്ത് നിന്ന് നീക്കിയ കാര്യം വെള്ളാപ്പള്ളി നടേശൻ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി യോഗത്തിന്റെ നിയന്ത്രണം കൈവശം വച്ചിരുന്ന വെള്ളാപ്പള്ളിക്ക് നിയമപരമായി ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നും നേരിട്ടത്. നിലവിലെ ഭരണസമിതി അയോഗ്യരായതോടെ SNDP യോഗത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിശ്ചയിക്കേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമുദായത്തിനുള്ളിൽ ജനാധിപത്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പോരാടിയ MK സാനു ഉൾപ്പെടെയുള്ളവരാണ്. അതോടൊപ്പം താത്കാലിക ഡയറക്ടർ ബോർഡ് നിയമാനുസൃതമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് CT രവിയുടെ ബെഞ്ചാണ് ഉത്തരവിട്ടത്. SNDP യോഗം കമ്പനി ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ഇവരൊക്കെ പറയുന്നത്. ഇതിലെ ഡയറക്ടർമാരാണ് വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും ഉൾപ്പെടെയുള്ളവർ. കമ്പനി ഡയറക്ടർമാർക്ക് ഡീൻ അക്കൗണ്ട് നിർബന്ധമാണ്. എന്നാൽ ഇവരുടെ ഡീൻ അക്കൗണ്ടിന് സാധുത ഇല്ല എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. തുടർന്നാണ് കമ്പനി ആക്ടിന്റെ 164(2) പ്രകാരം വെള്ളാപ്പള്ളി അടക്കമുള്ളവരെ അയോഗ്യരാക്കി ഹൈക്കോടതി ഉത്തരവിട്ടത്. 2024 മുതൽ ഹൈക്കോടതിയുടെ മുന്നിലുള്ള കേസാണ് ഹൈക്കോടതി ഇപ്പോൾ പരിഗണിച്ച് ഒരു അന്തിമ വിധി പുറപ്പെടുവിച്ചത്. പതിറ്റാണ്ടുകളായി യോഗത്തിന്റെ നിയന്ത്രണം കൈവശം വച്ചിരുന്ന വെള്ളാപ്പള്ളിക്ക് നിയമപരമായി ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം നഷ്ടമായത്. നിലവിലെ ഭരണസമിതി അയോഗ്യരായതോടെ SNDP യോഗത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഉടൻ തന്നെ നിശ്ചയിക്കേണ്ടി വരും. സമുദായത്തിനുള്ളിൽ ജനാധിപത്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പോരാടിയ MK സാനു ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ മുൻതൂക്കമായി നിൽക്കുന്നത്. അപ്പോൾ ഇനി പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരൊക്കെയാണ് എന്നത് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. വേണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് ഒരു ഹർജി എന്ന നിലയിൽ സുപ്രീം കോടതിയിലേക്ക് സമീപിക്കാം എന്നതും ഒരു പ്രധാന കാര്യമാണ്.